ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ അടിമുടി വെട്ടിലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ചെന്നൈയിലെത്തിച്ച സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഒരുക്കിയ നിലയിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിൽ ഇനി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷമേ തിരികെ കൊണ്ടുവരാൻ സാധിക്കൂ. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇതോടെ ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് ഇന്ന് ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും. അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിൽ കൊണ്ടുപോയ ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടും. അഡ്വക്കേറ്റ് ജനറൽ കേസിൽ നേരിട്ട് ഹാജരാകും. ശ്രീകോവിലിലെ ദ്വാരപാല ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് അനുമതിയില്ലാതെ കൊണ്ടുപോയതിനാൽ ഉടൻ തിരികെ എത്തിക്കണമെന്ന് ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുക. ദേവസ്വം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ എന്നിവരോട് വീഴ്ചയിൽ വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. റിവ്യൂ ഹർജി കോടതി പരിഗണിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കിയെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കിയെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണ്ണപ്പാളികൾ നടത്താൻ പാടുള്ളൂവെന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമാക്കിയാണ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. താന്ത്രിക നിർദ്ദേശത്തിൽ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണപ്പാളി ഇളക്കിയതെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ശബരിമല ശ്രീകോവിലിന് മുന്നിൽ ഇരുവശത്തുമുള്ള ദ്വാരപാലകരുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പ് പാളികളാണ് അറ്റകുറ്റപ്പണികൾ നടത്താൻ ക്ഷേത്രതന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും അനുമതിയോടെ ഇത് നിർമ്മിച്ച് സമർപ്പിച്ച ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയത്. തിരുവാഭരണങ്ങളുടെ ചുമതലയുള്ള തിരുവാഭരണം കമ്മീഷണർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം സ്മിത്ത്, വിജിലൻസ് പോലീസ് സബ് ഇൻസ്പെക്ടർ, ദേവസ്വം വിജിലൻസിലെ 2 പോലീസുകാർ, 2 ദേവസ്വം ഗാർഡ്, ഈ പാളികൾ വഴിപാടായി സമർപ്പിച്ച സ്പോൺസറുടെ പ്രതിനിധി എന്നിവർ ചേർന്ന് സുരക്ഷിതമായ വാഹനത്തിലാണ് ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയതെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു. 2023 മുതൽ ദ്വാരപാലകരുടെയും സോപാന പടികളുടെയും വാതിലുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് താന്ത്രിക നിർദ്ദേശത്തെ തുടർന്ന് വാതിലുകളുടെ പണികൾ നടത്തിയിരുന്നു. ദ്വാരപാലക പാളികയിലെ കീറലുകളും നിറമങ്ങലും അടിയന്തരമായി പരിഹരിക്കണമെന്ന താന്ത്രിക നിർദ്ദേശം വീണ്ടും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഓണം പൂജകൾ കഴിഞ്ഞ് നട അടയ്ക്കുന്ന ദിവസം കൊണ്ടുപോകാൻ അനുമതി നൽകിയത്. കന്നിമാസം 3-ാം തീയതി ശുദ്ധിക്രിയകൾ നടത്തി തിരികെ സ്ഥാപിക്കാനാണ് തീരുമാനിച്ചത്. മറ്റ് പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും PS പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു.